ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു ട്രെയിലർ ഡീകോഡിംഗ് സാർ. നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന മൂടെ ട്രെയിലറെ കുറിച്ച് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളതിനെ കുറിച്ച് പറയാൻ സംസാരിക്കുകയാണ്. ഏകദേശം 2.5 മിനിറ്റാണ് ഇതിൻ്റെ ട്രെയിലർ ഡ്യൂറേഷൻ കാണിച്ചിട്ടുള്ളത്. അത് നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഇത് കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ സൗബിൻ സാഗർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ദീപക് ദേവ് തുടങ്ങിയവരൊക്കെ പ്രധാനമായിട്ടും കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായത് മഞ്ഞുമലിൽ നിന്നും വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൊടകൻ ട്രിപ്പ് പോകുന്നു. അതായത് ഗുണ കേവ് എന്നാണ് പറഞ്ഞിട്ടുള്ള ഡബിൾ കിച്ചൺ എന്നൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് സംഭവം കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്കൊരു ട്രെയിലർ ഒന്ന് കണ്ടു. ട്രെയിലർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് 39 സെക്കൻഡ് ട്രെയിലർ ഡ്യൂറേഷൻ കാണിച്ചിട്ടുള്ള ബയോ. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? டெவில்ஸ் கிச்சன், சாத்தானின் அடுக்கறை. ഇത് മഞ്ഞുമല്ല ടീംസാ, മഞ്ഞുമല്ല ടീംസാ. എടാ നമ്മൾ ടൂർ ഫിക്സ് ആക്കണം. കൊടൈക്കനാലാണ്. അதையும் தாண்டி புனிதமானது. பிடிச்சே நீங்க நினைக்கிற மாதிரி இடம் இல்லப்பா இது. ஆமா, எந்த குழி? குணா கேவ்ல. இது குணா கேவா? நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒண்ணும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கண்ணு கொடுக்குறீங்களா? சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன தம்பி பண்ண முடியும்? എന്താണ് ചാന ദൈവം? ദൈവം എന്നൊക്കെ പറഞ്ഞ ഈ മോളിനൊക്കെ വിളിച്ചില്ലേ? അവനിവിടെ കളഞ്ഞിട്ട് വരാനാണ് നിങ്ങൾ പറയുന്നത്? மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. അത് നമ്മൾ ട്രെയിലർ കണ്ടു. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട്. ഏകദേശം എനിക്കൊന്ന് 10 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു നമുക്ക് ട്രിപ്പ് പഠിച്ചാൽ വിചാരിക്കുന്നത് കൊടകലിലോട്ട് ഒരു വണ്ടി സെറ്റാക്കുന്നു. അതിനിടെ ഇടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നുണ്ട്. കല്യാണ ചടങ്ങാൻ തോന്നുന്നത് മഞ്ഞുമേലത്തെ പിള്ളേരെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമാക്കാം. മഞ്ഞുമേൽ എന്ന് പറയുന്ന സ്ഥലമായിരിക്കാം. അവിടെ നിന്ന് വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് കൊടകല ട്രിപ്പ് പോകുന്നു. ഗുണ കേവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡബിൾ കിച്ചൺ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തിലേക്ക് പോകുന്നു. പോലീസ് പോലും ഭയപ്പെടുന്ന സ്ഥലം തന്നെയാണ്. കാരണം അതിലേക്ക് അകപ്പെട്ട് തിരിച്ച് കയറുന്ന വിരളമായിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് ഇതിലൊരു വ്യക്തി പറയുന്നുണ്ട്, മിനിസ്റ്ററായി എനിക്ക് പോലും ഇന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ് തോന്നുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കുന്നുണ്ട്. അതിന് വ്യക്തമാക്കാം അവർ ആ ട്രിപ്പിലേക്ക് അകപ്പെടുന്നു. അതിലേശം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ചിത്രം ഉടനീളം കാണിച്ചിട്ടുണ്ടാവുക. ഒരു സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ എന്താ പറയുക, കോമഡി ആയിരിക്കില്ല, ഒരു ട്രാജഡി ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൂവി തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു ത്രില്ലർ മൂവി തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ട്രെയിലൊക്കെ അതിൽ നിന്ന് വ്യക്തം തന്നെയാണ്. കാരണം അതിൽ നിന്ന് എങ്ങനെ അകപ്പെടുന്നു, രക്ഷപ്പെടുന്നു കാര്യങ്ങളൊക്കെ ഉടനീളം കാണിച്ചിട്ടുണ്ടാവുക. സൗബിൻ സാഗർ അതുപോലെ തന്നെ ദീപക്, ബാലു വർഗീസ്, ശ്രീനാഥ് ബാസി തുടങ്ങിയവരൊക്കെ പ്രധാനമായിട്ടും കാണിക്കുന്നുണ്ട്. ബാക്കി വ്യക്തികളുടെ പേരറിയില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അകപ്പെടുന്നത് കാണിക്കുന്നത്. ഡബിൾ കിച്ചൺ എന്ന് പറയുമ്പോൾ അത്രയും ഭയപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മിസ്റ്ററി അല്ലെങ്കിൽ ഗുഹയ്ക്കുള്ള അകപ്പെട്ടിട്ട് രക്ഷപ്പെടുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മഞ്ഞുമല പിള്ളേർ. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് എന്ന് തോന്നിപ്പിക്കുന്ന ട്രെയിലർ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ശ്രീനാഥ് ബാസിൽ ചിലപ്പോൾ മനപ്പെട്ടേക്കാം കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. കാരണം ലാസ്റ്റ് അദ്ദേഹം വിളിക്കുന്നത് കുട്ടേട്ടാന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ സബിൻ താഹിർ തന്നെയായിരിക്കാം ഒരു കഥാപാത്രമായിട്ട് ഇത് ചെയ്യുന്നുണ്ടാവുക. എനിക്കെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീനാഥ് ബാസിക്ക് വിലക്ക് വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള മൂവി തന്നെയാണ്. വിലക്കിൽ പെട്ടപ്പോഴും ചെയ്ത മൂവി തന്നെ ഇത് തന്നെയാണ്. വിലക്ക് കഴിഞ്ഞപ്പോഴും ചെയ്തിട്ടുള്ള മൂവി തന്നെയാണ്.
അവിടെ ശ്രീനാഥിനെ ഒരുപാട് ഓർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം മഞ്ഞുമേൽ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ശ്രീനാഥ് ബാസി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രം തന്നെയായിരിക്കും ശ്രീനാഥിനെ കൊടുത്തിട്ടുള്ളത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ ട്രെയിലിൽ നിന്നും വ്യക്തം തന്നെയാണ്. എന്തായാലും മഞ്ഞുമേൽ ബോയ്സ് എന്തായാലും ട്രെയിലിൽ നിന്നും ഒരു കലക്കുന്ന നല്ലൊരു പ്രതീക്ഷ തന്നെയുണ്ട്. ഒരു പക്ഷേ രോമാഞ്ചത്തേക്കാൾ ഒരു മുകളിലേക്ക് നിൽക്കുന്ന നല്ലൊരു സൗഹൃദ ബന്ധത്തിൻ്റെ കഥ പറയുന്ന മൂവി തന്നെയായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാനും വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും മഞ്ഞുമേൽ ബോയ്സിനെ കുറിച്ച് എന്താണ് ട്രെയിലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.